നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പല വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബൊഗെയിൻവില്ല പ്ലാന്റ്സ് കണ്ടോ. നോക്കി എന്തോരു ഭംഗിയാന്ന് നോക്കിയേ പൂക്കൾ കാണാൻ. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൊഗെയിൻവില്ല പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ഇതുപോലെ കണ്ടോ ഇല കാണാതെ പൂക്കളിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ടിപ്സ്, അതുപോലെ ഇന്നത്തെ കോംബോ ഓഫറിലുള്ള പ്ലാൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കേ. പിന്നെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം. അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ഹൈബ്രിഡിൻ്റെ നിറയെ പൂവിടുന്ന കുറച്ച് ചെടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകൾ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ട്രൈ കളർ പ്ലാന്റ് കണ്ടോ, ഫോർമോസയുടെ നല്ല സൂപ്പർ പ്ലാന്റാണ്. മുള്ളില്ലാത്തൊരു ചെടിയാണേ. ഇതിലെ ആ പൂക്കളുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പർപ്പിൾ കളറുണ്ട്, ലാവൻഡർ കളറുണ്ട്, അതുപോലെ വൈറ്റ് ഉണ്ട്. അങ്ങനെ 3 കളറിലാണ് ഇതിൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ റെയർ പ്ലാന്റ്സ് ആണ്, ടോപ്പ് വെറൈറ്റിയിലുള്ള പ്ലാന്റുകളാണേ. ഇത് കണ്ടില്ലേ, പർപ്പിൾ കളറിലെ പൂക്കളാണ് ഇതിലും. ഈ പ്ലാന്റൊക്കെ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താം, ഹാങ്ങിങ് വളർത്താം, അതുപോലെ വലിയ ചട്ടിയിൽ നമുക്ക് ബുഷായിട്ട് വളർത്താം. ഇതിൻ്റെ ഓരോ തണ്ടിലും ഇതുപോലെ പൂക്കൾ നിറയുന്നൊരു ചെടിയാണ് കണ്ടോ. ഇതിൻ്റെ പൂക്കളുടെ ഭംഗി കാണണമെങ്കിൽ ഞാൻ ഇത് കണ്ടോ, എന്തോരം ഭംഗിയാന്ന് നോക്കി ആ പൂക്കൾക്ക്. നോക്കി ഹൈബ്രിഡിൻ്റെ ഏത് വെറൈറ്റി വാങ്ങണം എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടാണ്. അപ്പം ഇത് കണ്ടോ, ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നിറയെ പൂവിടുന്നതാണ്. ഈ പ്ലാന്റൊക്കെ നനയാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, റെയിനി സീസണിലും പൂക്കളിടുന്ന പ്ലാന്റുകളാണേ. അപ്പം നമ്മൾ ആ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിറയെ ആ സമയത്തും നമ്മുടെ ഈ ചെടികളൊക്കെ പൂക്കളിടും. ഇത് കണ്ടോ, പിങ്ക് ലേഡിയാണേ. ഈ പ്ലാന്റ്സ് ഉണ്ടല്ലോ നിറയെ പൂവിടുന്നതാണ്. ഇതിൻ്റെ ആ ഒരു ഇല കാണാതെ പൂക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് കണ്ടില്ലേ, ഇതിലെ മുട്ടുകൾ കണ്ടോ, മുട്ടുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിങ്കിൻ്റെ ഷെയ്ഡാണേലും ഇതിനെന്താണെന്നറിയാം, ഈ ഓരോ പിങ്ക് കളറിനും ഉണ്ടല്ലോ വ്യത്യാസമാണ്, ചെറിയ ചെറിയ വ്യത്യാസമാണ് ഓരോ പൂക്കളുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. കളറ് ഇതേ നോക്കി നല്ല ഭംഗിയാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിപ്പം വിരിഞ്ഞു വരുന്നതേ ഉള്ളേ. ഇപ്പം നമ്മുടെ ഈ വാട്ടർമെലൺ കിസ്സിൻ്റെ കളറും കണ്ടോ, ഈ ഒരു കളറും കൂടെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് വാട്ടർമെലൻ ആണെങ്കിൽ നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു കളറുണ്ടല്ലോ, ആ ഒരു കളറാണ് ഈ പൂക്കൾക്ക്. സൂപ്പർ കളറാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ പിങ്ക് ലേഡിയൊക്കെ സൂപ്പർ പ്ലാന്റാണ്. നമുക്ക് വീടുകളിൽ വാങ്ങിച്ച് വളർത്താൻ പറ്റും, നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റുമേ. അതുപോലെ ഇതാണല്ലോ വാട്ടർമെലൻ കിസ്, നമുക്കറിയാം ഇതിന് ഇച്ചിരി വില കൂടുതലുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതും നിറയെ പൂവിടുന്നതാണേ. നമ്മുടെ ചെടിയിലെല്ലാം നിറയെ പൂക്കളാണേ. ഇപ്പോൾ ഇതുപോലെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു സെക്ഷൻ പൂക്കൾ കഴിഞ്ഞ് അതിൻ്റെ നമുക്കറിയാം പൂക്കളിങ്ങനെ വാടി നിൽക്കും. അപ്പോൾ ആ പൂക്കളെല്ലാം നുള്ളി കളഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, ഇതിൽ കൂടുതൽ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇലകളെയും നമുക്കൊന്ന് നുള്ളി കൊടുക്കാം. ഇപ്പം എന്തേ കണ്ടോ, ഇതുപോലെയുള്ള ഇലകളുണ്ടല്ലോ, ഇതിലിപ്പം കൂടുതലായിട്ട് ഇങ്ങനെ ഇലകൾ നിൽക്കുന്ന തണ്ടിൽ നിന്ന് നമുക്ക് ഇലകളെല്ലാം ഒന്ന് നുള്ളി കളയാമേ. അതിനുശേഷം നമുക്ക് എപ്സം സോൾട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു ചെറിയ സ്പൂണിൽ 5 ഗ്രാമാണ് കണക്ക്. ചെറിയ സ്പൂണിൽ 1 സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൽ നമുക്ക് ഇപ്പം ഇതിൽ തണ്ടുകളിലൊക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു വെള്ളം കൂടെ, നമുക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ കൂടുതൽ ഒഴിച്ച്, 1 ഗ്ലാസ് വെള്ളം കൂടെ കൂടുതൽ ഒഴിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ വെള്ളം കുറഞ്ഞു പോയാലുണ്ടല്ലോ അതിന് നമ്മുടെ ചെടിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് 1 ലിറ്റർ എന്നുള്ളതിനകത്ത് 1 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ കൂടുതൽ ഒഴിച്ചാലും പ്രശ്നമില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൽ സ്പ്രേയർ ബോട്ടിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇലകളെല്ലാം നുള്ളി കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ. അങ്ങും ഇങ്ങും കുറച്ച് ഇലകളൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇതുപോലെ പൂക്കളാവണമെങ്കിൽ നമ്മൾ ആ തണ്ടുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ആ എപ്സം സോൾട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ എപ്സം സോൾട്ട് പറഞ്ഞല്ലോ, നമുക്ക് NPK നമുക്ക് അതുപോലെ കൊടുക്കാവുന്നതാണേ. പിന്നെ പൊട്ടാഷ് ഉണ്ടല്ലോ, അതും നമുക്ക് കൊടുക്കാം. ഇതിൽ ഒരു സമയത്ത് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ കൊടുത്താൽ മതി. ഒരാഴ്ച നമ്മൾ ഇത് കൊടുക്കുവാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പൂക്കളില്ലാത്ത ചെടിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ സെയിം ഫെർട്ടിലൈസർ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ. പിന്നെ മെയിനായിട്ട് ഇതുപോലെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുന്നത്. നോക്കിയേ കണ്ടോ, നല്ല ഭംഗിയില്ല. അതിൻ്റെ മുട്ടുകൾ ഇങ്ങനെ നിൽക്കുന്ന ബീട്രൂട്ടിൻ്റെ കളറാണ്, റൂബി റെഡ്.
പൂനെ ലാവണ്ടർ കണ്ടോ, ഈ പ്ലാന്റ് ഒക്കെ നമ്മുടെ സെയിലിനായിട്ടുള്ളതാണേ. ഇത്രയുടെ പ്ലാന്റ്. ഫോർമോസയുടെ മുള്ളില്ലാത്ത പർപ്പിൾ ഉണ്ട്. പർപ്പിൾ കണ്ടോ, നല്ല ഭംഗിയാണ്, ബുഷായിട്ട് നിൽക്കുന്നതാണേ. നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ ബെസ്റ്റ് പ്ലാന്റ് ആണേ. റൂബി റെഡ്. നമ്മുടെ സൺറൈസ് വൈറ്റ് കണ്ടോ, അതിലിങ്ങനെ മുട്ടുകൾ, മുല്ലമുട്ട് പോലെ മുട്ടുകൾ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നോക്കി ആ ഓറഞ്ചുമായിട്ട് ഇട കലർന്നിരിക്കുമ്പോൾ അതിൻ്റെ ആ ഭംഗി കണ്ടോ. അപ്പോൾ ഈ ഓറഞ്ച് കളറിലെ സൺസെറ്റ് ഉണ്ട്, കിങ് ഓറഞ്ച് ഉണ്ട്, ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓരോ കളറും പല വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ തന്നെ ഓറഞ്ച് ഐസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ കോംബോയിലുള്ള ഒന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫൈറോപ്പാൽ ഓറഞ്ചാണേ. ഇതേ കണ്ടോ, ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിലിങ്ങനെ നിറച്ച് പൂക്കളുള്ള പ്ലാന്റ് കണ്ടോ, നിറച്ച് പൂക്കളുള്ള ഫൈറോപ്പാൽ. നമുക്കറിയാം, പിന്നെ അത്യാവശ്യം വിലയൊക്കെ ഉള്ള പ്ലാന്റാണ് ഫൈറോപ്പാൽ ഓറഞ്ച്. ഇത് തീരെ കുഞ്ഞു പ്ലാന്റ് അല്ല, കവറിലെ പ്ലാന്റ് സൈസല്ല കണ്ടോ. ഫോർമോസയുടെ ഈ പർപ്പിൾ ഉണ്ടല്ലോ, മുള്ളില്ലാത്ത കണ്ടോ, നല്ല ബുഷായിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം, വലിയ പോട്ടിൽ വെച്ച് വളർത്താം. അപ്പോൾ ഈ 2 പ്ലാന്റാണ് നമ്മൾ ഇന്നത്തെ കോംബോയിലുള്ളത്. ഈ 2 പ്ലാന്റിനും കൂടെ 500 രൂപയാണ് നമ്മൾ കോംബോ ഓഫറിലുള്ളത്. അപ്പം ഈ വിലയ്ക്ക് നിങ്ങൾക്ക് വേറെ എങ്ങും പ്ലാന്റ് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ കുറച്ചേ ഉള്ളൂ. അതപ്പം അത്യാവശ്യക്കാരെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക. നമ്മുടെ ചില്ലി ഓറഞ്ചൊക്കെ ഇരിക്കുന്നുണ്ടോ, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഉണ്ടോ ലോല കണ്ടോ, ലോല നല്ല നേരിയ കമ്പുകളാണ്, ലോലമായ കമ്പുകളാണ്, നിറയെ പൂക്കളിടുന്ന, മഴക്കാലത്തും പൂക്കളിടുന്ന ചെടിയാണിതൊക്കെ. വൈറ്റ് കണ്ടോ, സൺറൈസ് വൈറ്റും ഒക്കെ നിറയെ പൂക്കളിടുന്ന